Cedo. വരുന്നു. നീ എന്താടി ഏത് സമയം കഥ കടച്ചിരുന്നേ? ഞാൻ പഠിക്കായിരുന്നു. കഴിക്കാൻ എടുത്തു വെച്ചേക്കാ. വാ. വന്നിപ്പോ ഭക്ഷണം പോലും വേണ്ടെന്നായി. ഇവിടെ ഈ കുന്ത്രാണ്ടില്ലാതെ നിനക്ക് പറ്റില്ല അല്ലേ? എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല പപ്പ, ചെറിയൊരു തലവേദന. പപ്പ 1 സെക്കൻഡ്. ഹലോ രൂപേഷ്. ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? ഒന്നും പറയണ്ട. കോളേജിൽ നിന്ന് പോയ പോക്കാം. എവിടേക്ക് എത്ര തിരക്കിട്ട് പോയത്? സോറി നാൻസി, അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നതുകൊണ്ടല്ലേ. എന്താ ഇത്ര അത്യാവശ്യം? ടോമിയുടെ സിസ്റ്ററിന്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ്, ബ്ലഡ് കൊടുക്കാൻ പോയതാ. അപ്പൊ എന്താ എന്നോട് ഇന്നലെ പറയാനോ? അതിനുള്ള സാവകാശം. ആ വിനോദേണ്ടി, അവന് വീണ്ടും കളിയിലായി ലക്ഷണം. വാ, നമുക്ക് പോയി ചൊറിഞ്ഞു കൊടുത്തിട്ട് വരാം. എന്താടാ ഒരലന്ന നോട്ടം? ഫിറോസെ വേണ്ട. എന്റെ അമ്മോ, രണ്ടിന്റെയും മസിൽ പിടുത്തം കണ്ടില്ലടാ. എന്താടാ, തല്ലണോ? വാടാ തല്ലടാ. എന്തേ തല്ലുന്നില്ലേ? വിനോദേ വേണ്ട, നമ്മുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ? പ്രശ്നമില്ലാത്തവരായിട്ട് പ്രശ്നം ഉണ്ടാക്കലാടാ എനിക്കിഷ്ടം. അപ്പൊ നീ വാങ്ങി പൊതിഞ്ഞോണ്ടേ പോവും. ആണുങ്ങളായ അങ്ങനെയാടാ, ചിലപ്പോ വാങ്ങിയൊന്നും കൊടുത്തു എന്നൊക്കെ ഇരിക്കും. അത് നീ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തോണ്ടാ. എനിക്കറിയാവുന്ന ആണുങ്ങളാരും വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. എടാ മോനെ വേണ്ട, കൂടുതൽ വിളവെടുക്കല്ലേ. ഇത് സ്ഥലം വേറെയാ, നട്ടോ പിടിക്കത്തില്ല. അതൊക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് മതി. ഇവിടെ വന്ന് നെഞ്ചു വിരിച്ച് കാണിച്ചാണ്ടല്ലോ. പ്രശ്നം ഉണ്ടാക്കല്ലേ. കൊള്ളാം, ബെസ്റ്റ് സാധനം, ഭാഗ്യവാൻ. ഇവിടൊക്കെ കറങ്ങി നടന്നിട്ട് നമ്മളെ ഒന്നും കണ്ടില്ലേ? നമുക്ക് പറയാം പ്രേമിക്കാനൊക്കെ. എന്താ കാണണോ? ഇതാ നമ്മുടെ പ്രണയം. ഇനി ഡീപ്പായ പ്രണയം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ പ്രണയിക്കാം. കൈയെടുക്കടാ, അവളുടെ വേറെ കൈയെടുക്കടാ. ഓഹോ, അപ്പൊ ഒരാളല്ല, നിനക്കുണ്ട് ഇതിലൊരു ഷെയർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൈയോട് കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൻ അടങ്ങിയില്ലേ? ഇവിടത്തെ ഡയലോഗ് വളരെ അറിയാം. അല്ല, അവനത് വേണം.
ഞാൻ കൊടുക്കേണ്ടത് ടോമി കൊടുത്തു, അത്രേ ഉള്ളൂ. എന്തോ അല്ല, ടോമി കൊടുക്കേണ്ടത് ടോമി തന്നെ കൊടുത്തു. അതെ പോടാ. എനിക്ക് കിട്ടേണ്ടത് എനിക്കും കിട്ടി. കാട് കയറി ആർക്കും വേണ്ടാത്ത കായലോരത്ത് കിടക്കുന്ന 3.5 ഏക്കർ കണ്ടം. അവിടെ റിസോർട്ട് പണിയണം. അതിന് പാമ്പ് പഴുതാര മുതൽ ഈനാം പേച്ചിയുടെ വരെ കാല് പിടിക്കണം. നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ നോക്കാം. അത് ശരി, ഇതെന്നാ പറച്ചില്ല. അപ്പൊ ഞാൻ കാല് വെള്ളത്തിലിട്ട് ഉറക്കളച്ച് പഠിച്ച ലോ പോയിന്റ്സിനൊന്നും ഒരു വിലയില്ലേ? അതിന്റെ ഇടയ്ക്ക് ഫോൺ. ഹലോ മിസ്റ്റർ ഫിലിപ്പോസ് മേലിപ്പറയല്ലേ? നിങ്ങളുടെ മകൾ നാൻസി കോളേജിൽ വരുന്നത് പഠിക്കാനാണോ അതോ പ്രേമിക്കാനാണോ? ഹലോ ഹലോ മിസ്റ്റർ, ഹു ആർ യു? തൽക്കാലം ഞാൻ അങ്ങയുടെ ഒരു വെൽവിഷർ ആണെന്ന് കരുതിയാൽ മതി. നിങ്ങളുടെ പൊന്നാര മകൾ നാൻസി ഇവിടെ ഒരു തെണ്ടിയുമായി കെട്ടിപ്പിടിച്ച് കറങ്ങി നടക്കുകയാണ്. മുളയിലെ നുള്ളിയ നിങ്ങൾക്ക് കൊള്ളാം. അതെ, കമ്മലൊന്നും ഒരുത്തന്നല്ലേ? അല്ല, ഒരു ഐസ്ക്രീം വാങ്ങിക്കണേ. കാശില്ലാത്തതാണ്. എന്താ? ഓ, എന്നാ പറയാനാ, വലിയപ്പാപ്പനും അമ്മച്ചും കൂടെ പാലായിക്ക് പോയെന്ന്. ത്രേസി ആന്റിയുടെ കൊച്ചിന്റെ കൈ ഒടിഞ്ഞു, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. വേറെ പണിയൊന്നുമില്ലല്ലോ. തമ്പിച്ചായന്റെ കൂട്ടത്തിലായാലും നമ്മുടെ കൂട്ടത്തിലായാലും കല്യാണോ മരണോ എന്തുണ്ടായാലും ചെന്നൈയിൽ നിന്നെല്ലാം കെട്ടിപ്പെറുക്കി ഞാൻ ഇങ്ങോട്ട് പോരണം. അങ്ങേർക്ക് അവിടെ കപ്പലിൽ നാടും കണ്ട് നടന്നാ മതിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ തമ്പി പറഞ്ഞതാണല്ലോ ഷിപ്പിലെ പണിയൊക്കെ വിട്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോവാ. അതൊക്കെ പറച്ചിലല്ലേ ചേച്ചി? പ്രേമിച്ച് നടന്ന കാലത്ത് എന്തായിരുന്നു? ഒരു ദിവസം കണ്ടില്ലെങ്കിൽ, ഒന്ന് ഫോൺ വിളിച്ചില്ലെങ്കിൽ എന്തായിരുന്നു പുകില്? ഇപ്പൊ 6 മാസം കൂടുമ്പോ കണ്ടാലായി. ആന്റിയുടെ മാരേജ് ശരിക്കും ലവ് മാരേജ് ആയിരുന്നു? പിന്നെ 3-4 വർഷം ശരിക്കും പ്രേമിച്ചല്ലേ ഞങ്ങൾ കെട്ടിയത്. വീട്ടുകാർക്കൊന്നും എതിർപ്പില്ലായിരുന്നു? കൊള്ളാം, എതിർപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബന്ധം അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്റെ കല്യാണം ഉറപ്പിച്ചത്. കെട്ടാൻ വന്നവനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. എന്നിട്ടും അവൻ എന്നെ മതി. വേറൊന്നും കൊണ്ടല്ല, തൊലിവെളുപ്പും പണവും ഒക്കെ കണ്ടിട്ടാ. പിന്നെ എന്ത് ചെയ്യാൻ, അടുത്ത നിമിഷം കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി. പിന്നീടുള്ള പുകിലൊന്ന് കാണേണ്ടതായിരുന്നു. പെണ്ണിനെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടുന്ന് കേസ്, ചെറുക്കിനെ കാണാനില്ല എന്നും പറഞ്ഞ് അവിടുന്ന് കേസ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനൊന്ന് പെറ്റപ്പോ വാശിയും തീർന്നു, വൈരാഗ്യവും തീർന്നു. ഇപ്പൊ കാണണം എല്ലാവരും തമ്മിൽ എന്തൊരു സ്നേഹം. സത്യം പറഞ്ഞ അതാ ഇപ്പൊ നന്നായേ. അവൻ നല്ലവനാ. നിന്റെ പൊന്നു കൊല്ലല്ലോ നോക്കുന്നേ. കേട്ടോറിത്തെ, ഓഫീസിൽ നിന്നൊരു തമാശ. നമുക്കൊക്കെ എവിടെ തിരിഞ്ഞാലും ഈ വെൽവിഷേഴ്സ് അല്ലേ ഉള്ളൂ. എന്താന്ന് വെച്ചാ തെളിച്ചു പറയിച്ചായ. മോളോ, കോളേജിൽ നിന്നോട് ആർക്കെങ്കിലും വല്ല ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും? നോ നെവർ. ഞാൻ എല്ലാരോടും നല്ല കൂട്ടാ. എന്താ പപ്പ? അല്ല, ഇന്ന് വൈകുന്നേരം ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ. ആരാണെന്നറിയില്ല. ചോദിച്ചപ്പോ ഒരു വെൽവിഷറാണ്. ഈ അസൂയക്കാരുടെ സ്ഥിരം ഡയലോഗ്. നിനക്ക് കോളേജിൽ ആരോട് പ്രേമമാണെന്നോ അവനുമായി കറങ്ങി നടക്കുകയാണെന്നോ. നാണം കേട്ടവൻ. ഇവരൊന്നും വേറെ പണിയില്ലേ? തിരിച്ചെന്തെങ്കിലും പറയുമ്പോ ഫോൺ കട്ട് ചെയ്തു. അല്ല, അവനിനി പറഞ്ഞു തന്നിട്ട് വേണം ഞാൻ എന്റെ മോളിനെ കുറിച്ചറിയാൻ. അല്ലേ കുട്ടാ? ഇതിന് മാത്രം ഈ നാൻസിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് ആരാ? സ്റ്റുപ്പിഡ്. ഇമാർക്കൊന്നും വേറെ പണിയില്ലെന്നേ. എന്തായാലും കോളേജിനുള്ളുന്ന പുറത്തുനിന്നാരും വിളിക്കാൻ ചാൻസ് ഇല്ല. എനിക്കറിയാം അതാരാണെന്ന്. ആരാ? രൂപേഷിനെ പോലെ നാൻസിയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആരോ ഒരാൾ. നീ ഒന്നും മിണ്ടാതിരി. എന്റെ ഡൗട്ട് ആ വിനോദിനെയാണ്. നമ്മളോടുള്ള പക അവന്റെ മനസ്സിലുണ്ട്. ഇതിപ്പോ വിളിച്ചതാരായാലും അവന്റെ ഉദ്ദേശം നടന്നിട്ടില്ല. നാൻസിയുടെ പപ്പ ഒട്ടും വിശ്വസിച്ചിട്ടുമില്ല. അതാ എനിക്ക് പേടി. എന്നോടുള്ള പപ്പയുടെ വിശ്വാസം അതെനിക്ക് വല്ലാത്ത ടെൻഷനാ. ഹലോ മിസ്റ്റർ ഫിലിപ്പോസ് മേലിപ്ര. സോറി മിസ്റ്റർ മേലിപ്ര, എനിക്ക് വീണ്ടും വിളിക്കേണ്ടി വന്നു. നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ ആദ്യം തന്ന ഇൻഫർമേഷൻ അത് നിങ്ങൾ വിശ്വസിച്ചില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളോടുള്ള വിശ്വാസം അത് വളരെ നല്ലതാണ്. പക്ഷെ അമിത വിശ്വാസം അത് അപകടമാണ്. നിങ്ങളുടെ മകൾ നാൻസി ഇപ്പോഴും രൂപേഷ് എന്നു പേരുള്ള ഒരു തെണ്ടിയുമായി കറങ്ങി നടക്കുകയാണ്. നീ ആരാണ്? ഞാൻ ആരാണെന്നറിയാനുള്ള ഇൻട്രസ്റ്റ് സ്വന്തം മകളുടെ കാര്യത്തിൽ കാണിച്ചാൽ ഒരു ലൈഫ് എങ്കിലും രക്ഷപ്പെടും. എന്റെ
you